ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ഇന്നലെ മെയ് 3 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നടികർ. സൗബിൻ ഷാഹിർ, സുരേഷ് കിഷ്ണ, ബാലു വർഗീസ്, ദിവ്യ പിള്ള, ഭാവന എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,44,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 3,50,00,000 എന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ 1000-ലധികം സ്ക്രീനുകളിലായി പ്രദർശനം ആരംഭിച്ച ഈ സിനിമ 5,39,00,000 രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്തതായാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ച പോസ്റ്റർ വഴി മനസ്സിലാക്കാനാവുന്നത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ സംബന്ധമായി പുറത്തുവന്ന റിപ്പോർട്ട് തള്ള് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും തൽക്കാലം സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുത്തേ മതിയാകൂ. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഏകദേശം 75 ലക്ഷം രൂപ ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ നടികർ എന്ന സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 2,15,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ 95 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഈ ചിത്രം 5,70,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 1.5 കോടിയോളം രൂപയാണ് നേടിയെടുത്തതെങ്കിൽ 4ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 12 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. നാളെ ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 15 കോടിയിൽ ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനായി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രം തിയേറ്ററിലെത്തി 24ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഈ ചിത്രം തിയേറ്ററിലെത്തി തുടർച്ചയായി 24 ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും 1 കോടിക്ക് താഴെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ പോയിട്ടില്ല. 24 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 69 കോടി മറികടന്നിരിക്കുകയാണ്. 24 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 144 കോടിയോളം രൂപയാണ്. നിലവിൽ പ്രദർശനം തുടരുന്ന മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നേടിയെടുത്ത് മുന്നേറുന്ന സിനിമ ആവേശം തന്നെയാണ്. ദിലീപ് നായകനായി വിനീത് കുമാർ സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തിയ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ വെള്ളിയാഴ്ച ദിവസം ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 20 ലക്ഷമാണ് നേടിയെങ്കിൽ ഇന്ന് ശനിയാഴ്ച 30 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി 6 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വരികയുണ്ടായി. അങ്ങനെ ഇന്ന് പുറത്തു വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ, അതായത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് 9 കോടിയാണ്, ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ അപ്ഡേറ്റ് പ്രകാരം അറിയിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയുടെ 38ാമത്തെ ദിവസമാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത്. ഈ ചിത്രം ഇന്ന് കേരള ഗ്രോസ് കളക്ഷനായി 10 ലക്ഷത്തോളം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 38 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഏകദേശം 78,40,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 156 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ 24ാം ദിവസം കൂടിയായ ഇന്ന് ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 24 ലക്ഷത്തോളം രൂപയാണ്. ചിത്രം 24 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 37,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 81 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായ മഞ്ഞുമൽ ബോയ്സ് ഇന്ന് അർദ്ധരാത്രി OTTയിലേക്ക് വരികയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ചിത്രം ഇതുവരെയായി കേരള ഗ്രോസ് കളക്ഷനായി 72,10,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 64,10,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 169 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 242,30,00,000 രൂപയാണ്. ഇന്ന് ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ ഈ വീഡിയോ വഴി പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.